ഹായ്. ഇന്നലെ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന വിഷയം, അതിനോടനുബന്ധിച്ച് കുറേയധികം കമൻസ് വരുന്നുണ്ട്. അല്ലാതെ കുറേ പേര് കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്, കുറേ പേര് ഈ ഫോട്ടോസ് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു ഉസ്താദ്, പുള്ളിക്ക് ഭയങ്കര ദീനബോധമാണ്. ഞാൻ ആ വീട് പോയി കണ്ടതാണ്. അവർ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്, സാധാരണക്കാരനായ ഒരു വ്യക്തി. പക്ഷെ ദീനിനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം. നമ്മൾ യുക്തിവാദങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് യുക്തിവാദികളെ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് യുക്തിവാദികളുണ്ട്. അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും മതവാദികൾ ചെയ്താൽ അതിനെതിരെ അവർക്ക് സംസാരിക്കാം. ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കുന്ന ഒരു വിഭാഗം ജനതയെ അപരവൽക്കരിക്കാനും ആക്രമിക്കാനും വേണ്ടിയിട്ട് മാത്രമായി യുക്തിവാദം എന്ന മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ട കൂട്ടായ്മകളെയാണ് ഞാൻ എതിർക്കുന്നത്. ഇന്നത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി സമത്വം, സുരക്ഷിതത്വം, സ്ത്രീകൾ ഇസ്ലാമിൽ ആന, ചേന, ചക്ക എന്നൊക്കെ പറയുന്ന ജബ്ബാറിന്റെ റിയൽ ഫേസ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. വന്നിരിക്കുന്ന സ്ത്രീക്ക് എന്താണ് പറയാനുള്ളത്, അവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ സംഘാടകരെങ്കിലും കേൾക്കാമെന്ന് തോന്നിയോ? ഇല്ല. അപ്പോൾ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമല്ലേ ആ സംഘാടകരാരാണെന്ന്? അത് ജബ്ബാറും ലിയാക്കത്തുമാണ്. എന്തുകൊണ്ടാണ് അവർ സംഘാടകരായത്? മല്ലവരെയും പറ്റിച്ച പണം അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് അവർ സംഘാടകരായത്. മകൾക്ക് കൊടുത്ത മഹറാണോ എന്ന് വെച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഓടിക്കയറുന്ന നിന്നോട് എൻ്റെ ചോദ്യം, എന്നെ പോക്കൃത്തരം പറയുമ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയില്ലല്ലടാ. ആശയപരമായ വെല്ലുവിളിയല്ലേ ഞാൻ നിന്നോട് നടത്തിയിട്ടുള്ളൂ. കുറച്ച് ഫ്ലാഷ് ബാക്ക്. ഞാൻ ദുബായിൽ അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വല്ലാണ്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ലിബി ഹരി ന്യൂസ് ഗിൽ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശബരിമലയിൽ കണ്ട കയറാൻ പോയി ആ പെൺകുട്ടി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ വന്നിരുന്നു. എനിക്ക് യാതൊരു രീതിയിലുള്ള യുക്തിവാദം തോന്നിയോ അല്ലെങ്കിൽ നിരീശ്വരവാദം തോന്നിയോ ഒന്നുമല്ല. ഞാൻ ഒരിക്കലും നിരീശ്വരവാദിയാണെന്നോ യുക്തിവാദിയാണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടി ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു. ശരി, എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് മീൻസ് ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അവരെഴുതിയിട്ടിരുന്ന വാക്കുകളിൽ കൂടെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ 2 പരസ്യം അവർക്ക് പിടിച്ചു കൊടുക്കുകയുണ്ടായി. അത് മലബാർ ഗോൾഡിൻ്റെ ലുലുവിൻ്റെയൊക്കെയാണ്. അത് നന്നായിട്ട് തന്നെ അവർക്ക് കുറച്ച് നാൾ നന്നായി സാമ്പത്തികമായി അവർക്ക് വലിയൊരു ഹെൽപ്പായിരുന്നു. ആ ഹെൽപ്പിൻ്റെ പുറത്ത് ഞങ്ങളുടെ സൗഹൃദം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ പെട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾ ഈ ജയിലിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോയി ടേക്ക് ചെയ്യുന്ന ആളല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതുമാത്രമല്ല, ആഗോള തലത്തിലുള്ള യുക്തിവാദി സനിൽ ഇടമറുക് ഡീറ്റെയിൽസ് തരും, ചെയ്യുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, ചെയ്യാമെന്ന് പറഞ്ഞു. ആരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ എന്നെ ഒഴിവാക്കുന്ന ഒരു ടൈമാണ് പിന്നെ ഞാൻ കണ്ടത്. വല്ലാണ്ട് പകച്ചുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇസ്ലാമിയർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി. അയാൾ ഒരുപാട് മോശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലി നമുക്കൊരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ എനിക്കുണ്ടാകുന്ന ഒരു പകപ്പ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന കണക്കല്ല. അത്യാവശ്യം 22 വർഷത്തെ എൻ്റെ പ്രവാസം, എനിക്ക് എൻ്റെ സെക്കൻഡ് ഹോമാണ് ദുബായ്. അത്രത്തോളം എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്നെ വിട്ടുപോകുന്നു, വല്ലാണ്ട് ദേഷ്യപ്പെടുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നു. എന്താ കാര്യമെന്ന് അറിയാൻ പറ്റുന്നില്ല, ഇതിലെന്താ ഉള്ളതെന്ന്. അപ്പോൾ അയാളുടെ കുറേ വീഡിയോസ് എനിക്ക് ഇട്ട് തരികയാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എനിക്കിതിനകത്തൊന്നും തോന്നിയില്ല. എവിടെ ഇരുന്ന് ഒരുത്തം കുരയ്ക്കണ്, ആർക്കെന്താ, അതിൽ ഇസ്ലാമിന് എന്ത് സംഭവിക്കാതിരിക്കുന്നു? ഹൂ കേസ്, ഹൂ ബോദേഴ്സ്? അതുകൊണ്ട് ഇസ്ലാം ആരെങ്കിലും വിടുമോ? അതിനുശേഷം ഇയാളെ കാണാനും അന്ന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ഞാനും കുറച്ച് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫൈമുണ്ട്, അഡ്വക്കേറ്റ് ഫൈം. പേടിച്ചിട്ടാണെങ്കിൽ പോലും അവരെന്നെ സപ്പോർട്ട് ചെയ്തു. അവരതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു തന്നു. അപ്പോൾ ഇവർ ക്ലബ് ഹൗസ് എന്ന മീഡിയത്തിൽ കൂടെ പ്രചരിപ്പിക്കുന്ന എല്ലാം കുപ്രചരണമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ലിയാഖത്ത് അലി 1 ലക്ഷം രൂപ പിന്നെ കളക്ട് ചെയ്തു എന്നും ആ പൈസയും കൊണ്ട് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വീട്ടിൽ പോയിരുന്നു എന്നും ആ പൈസ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വൈഫ് നിഷേധിച്ചു എന്നും പറഞ്ഞിരുന്നു. പുതിയങ്ങാടിയുടെ വൈഫ് നിഷേധിച്ചെങ്കിൽ പണം പിന്നെ ഇവിടെ പോയി? ഈ ചോദ്യം ഞാൻ ക്ലബ് ഹൗസിൽ ഉന്നയിച്ചിരുന്നു. അവിടെ തുടങ്ങിയതാണ് ലിയാഖത്തലിൻ്റെ വെപ്രാളം. സോ ആസ് യൂഷ്വൽ അറേബ്യൻ മലയാളി എന്ന് പറയുന്നൊരു വ്ളോഗർ, പുള്ളിയുമായിട്ട് ചെറിയ അലസണ്ട എനിക്ക്. സ്ത്രീ വിഷയമാണ്, സ്ത്രീകളെ എടുത്തു വെച്ച് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇസ്ലാമിന് വേണ്ടിയിട്ടൊന്നുമല്ല. സ്ത്രീകളെ മോശം പറയുന്നത് കണ്ട് ഇവർ പറയുന്നതും കൂടെ കേട്ട് ബ്രെയിൻ വാഷ്ഡാണ് ഓൾറെഡി ഞാൻ. സ്ത്രീകളെ ഭയങ്കരമായി മോശപ്പെടുത്തുന്നു. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവളും ഇതൊക്കെ തന്നെ പറയും, സ്ത്രീകളോട് ഭയങ്കര വർത്തമാനമാണ് എന്നുള്ള രീതിയിൽ പറയും. അത് ഇവർ പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അത് അങ്ങനെ തോന്നുള്ളൂ. മൊത്തം എല്ലാ മതത്തിലും സ്ത്രീകൾക്ക് 2ാം തരമായിട്ടാണ് കൺസിഡറേഷൻ. ആൺമേൽക്കോയ്മയുള്ള ഒരു രാജ്യത്ത്, ആൺമേൽക്കോയ്മയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള വസ്തുത. ഇന്നും ഹേർ സ്റ്റോറി വന്നിട്ടില്ല, ഹിസ് സ്റ്റോറിയാണുള്ളത്. ഹിസ്റ്റോറി, ഹിസിൻ്റെ സ്റ്റോറി, അവൻ്റെ കഥ. ഹർ സ്റ്റോറി ഇതുവരെ വന്നിട്ടില്ലാത്തടത്ത് ആൺമേൽക്കോയ്മയുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ തന്നെ നേടിയെടുക്കേണ്ട സമത്വവും സ്വാതന്ത്ര്യമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. പോട്ടെ, അന്ന്
എൻ്റെ വീട്ടുകാരെ, എൻ്റെ കുടുംബത്തിനെ, പെണ്ണുങ്ങളെ ഒക്കെ അവഹേളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പുള്ളിക്കിട്ട് തിരിച്ച് താങ്ങിയതാണ്. ആ ഒരു സ്പെസിഫിക് പോർഷൻ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിഭീകരമായ അറ്റാക്കായിരുന്നു. യു കാണ്ട് ഇമാജിൻ. ഞാനത് ഓവർകം ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അന്ന് എനിക്ക് 12ഓളം കേസുകൾ വന്നു. ഈ കേസുകളൊന്നും തീർക്കാൻ എന്നെ ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരാളും എൻ്റെ ഒപ്പം നിന്നില്ല. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മച്ചി മാത്രം പറഞ്ഞു, മകളത് തിരുത്തി പറയുക, മാപ്പ് പറയുക എന്ന്. അപ്പോൾ എനിക്ക് അപ്പോഴും തോന്നിയൊരു കാര്യം, ഞാൻ അപ്പം മാപ്പ് പറഞ്ഞാൽ എന്തോ ഞാൻ കേസ് കൊണ്ട് ഭയന്നിട്ട് പറയുകയാണെന്ന് തോന്നും. അതുകൊണ്ട് കേസെല്ലാം തീരട്ടെ അമ്മ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. 12 കേസും തീർന്ന ശേഷം മാത്രമാണ്, 4 വർഷങ്ങൾക്കിപ്പുറമാണ് ഞാൻ അതിനടുത്ത് എതിർത്ത് മാപ്പ് പറഞ്ഞത്. അതായത് എനിക്ക് അപ്പോഴും തോന്നിയില്ല, കാരണം ഞാൻ കേസ് കണ്ട് ഭയപ്പെട്ടു എന്ന് പറയും. കേസ് സോൾവ് ആയ ശേഷം മാത്രമാണ് ഞാൻ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് വ്യക്തം. ഇനി വിഷയത്തിലേക്ക് വരാം. അന്ന് 2 വ്യക്തികളാണ് എനിക്കെതിരെ മൈക്കെടുത്തത്. ബാക്കി എല്ലാവരും മൗനം പാലിച്ചു. മിക്കവാറും മീഡിയാസൊക്കെ മൗനം പാലിച്ചു, എല്ലാവരും മൗനം പാലിച്ചു. പക്ഷെ 2 വ്യക്തികൾ മൈക്കെടുത്തു. അതിലൊന്ന് ലിയാക്കത്താണ്, ഒന്ന് തീട്ടം ബൈജു. തീട്ടം ബൈജു പറഞ്ഞത്, എന്താണ് സുഡാപ്പികളെ നിങ്ങൾ ഇവളുടെ കഴുത്ത് വെട്ടുന്നില്ലേ, തല വെട്ടുന്നില്ലേ, മുല വെട്ടുന്നില്ലേ എന്നായിരുന്നു. ലിയാക്കത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? ഹാഷ്ടാഗ് ഇടില്ല, സോക്കാളുടെ ഞൊണ്ടിക്കാലിക്ക് വേണ്ടി ഹാഷ്ടാഗ് ഇടില്ല. ഇതായിരുന്നു ലിയാക്കത്തല്ലേ. ഞാൻ അവനോട് ഹാഷ്ടാഗ് ചോദിച്ചോ? ഞാൻ അവൻ്റെ സപ്പോർട്ട് ചോദിച്ചോ? എനിക്ക് അവൻ്റെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞോ? ഞാനൊരു വ്യക്തിയാണ്. എനിക്കെന്തെങ്കിലും വന്നാൽ, എൻ്റെ നാക്ക് പിഴച്ചാൽ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. മതത്തിൻ്റെയോ മതസംഘടനകളുടെയോ ഒന്നുമല്ല. പിന്നെന്തിനാ? ഞാൻ പക്ഷെ തിരിച്ച് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ ഈ എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ മനസ്സിലായി. ഇസ്ലാം ഒരിക്കലും പെണ്ണിനെ അപമാനിക്കില്ല. ഇസ്ലാം ഒരിക്കലും പെണ്ണിനെ അകറ്റി നിർത്തില്ല. ഇസ്ലാം ഒരിക്കലും പെണ്ണിനെ അവഹേളിക്കില്ല. ആ ഒരൊറ്റ വാക്കിൽ അവരടങ്ങി. പക്ഷേ ഇവറ്റകൾ അവരെ സ്ക്രൂ ഇട്ട് കൂട്ടുക. പല ഭാഷകളിൽ, പല സംഗതികളിൽ ഈ സാധനം എടുത്ത് സ്പ്രെഡ് ചെയ്യണം, വീണ്ടും 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 സ്പ്രെഡ് ചെയ്യണം. ഈ നമ്മുടെ സായി കൃഷ്ണൻ, അതായത് സീക്രട്ട് ഏജന്റുമായിട്ടുള്ള എൻ്റെ തെറ്റല് തന്നെ ആ വീഡിയോ സായി കൃഷ്ണൻ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ്. ഒരു റിയൽ ഇൻഫ്ലുവൻസർ ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കില്ല. സ്ത്രീയോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഇട്ട് കൊടുക്കില്ല. കാരണം അവരാക്രമിക്കപ്പെടാം, സാധുക്കളാണ്, അവർക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സായി കൃഷ്ണനായിട്ട് എൻ്റെ ഫൈറ്റ് ഉണ്ടായിരുന്നത്. സോ ഇതാണ് ഫ്ലാഷ് ബാക്ക്. അന്ന് തുടങ്ങി ഇവൻ എന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്നതാണ് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സമൂഹത്തിൽ ഇല്ലാത്ത വൃത്തികേട് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഇല്ലാത്ത രീതിയിൽ ആളുകളെ തമ്മിൽ തല്ലിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവനും ആരിഫ് ഹുസൈനും ജാമിതയാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങിയത്. നിങ്ങൾ എന്നെ ഇപ്പോഴാണ് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 4 വർഷം മുമ്പ് തന്നെ ഞാൻ ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവളാണ്. ഞാനൊരു ഇസ്ലാമിൽ ജനിച്ച സ്ത്രീയാണ്. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ സഹോദരൻ, എൻ്റെ മക്കൾ ഉൾപ്പെടെ ഇസ്ലാം വിശ്വാസികൾ തന്നെയാണ്. മാർക്കും മാറ്റമില്ല. എൻ്റെ പ്രാക്ടീസിങ്ങോ എൻ്റെ വിഷമമോ ഒക്കെ ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് അതിനകത്ത് ഒരു കാര്യവുമില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ മതം അനുവദിച്ചു തരുന്നുണ്ട്. മതത്തിനെതിരായിട്ട് ഒരു വാക്കും ഞാൻ ഇതുവരെ പറയാനും പോയിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. താല്പര്യമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സ്വരത്തിനൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ഇന്നലെ നടന്നതിൽ അസീസിൻ്റെ 5 ലക്ഷം രൂപ ഇവൻ തട്ടിയെടുത്തു. ആ വീട് ഞാൻ പോയി കണ്ടു, അവരുടെ ചുറ്റുപാട് കണ്ടു, സാഹചര്യം കണ്ടു. പാവപ്പെട്ട മനുഷ്യൻ, വളരെ വേദനയോടുകൂടി പുള്ളി ചെയ്തൊരു കാര്യമാണ്. എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നറിയാൻ കഴിയാതെ നിൽക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ വക്താവാണ് അസീസ്. നിങ്ങൾ എന്നെ അംഗീകരിക്കേണ്ട, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷെ അസീസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ആ മനുഷ്യൻ്റെ പണം നമുക്ക് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. അത്രയും സാധുവായ അയാൾ ദീനിന് വേണ്ടിയാണ് ആ പണം കൊണ്ടുവന്നത്. പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങാടി തോറ്റൊരു അമ്മയുടെ നെഞ്ചത്താണോ? അല്ല, ഈ പറയുന്ന രീതിയിലൊരു ഡിബേറ്റ് വെച്ചിട്ട് തോറ്റിട്ടല്ലേ? ഡിബേറ്റ് നടന്നോ? ചോദ്യം, ഡിബേറ്റ് നടന്നോ? ഇല്ല, നടക്കാതെ ആ പണം എന്തിനു വാങ്ങിച്ചു? ഇവൻ്റെ മകളുടെ മഹറാണോ അത്? അല്ലല്ലോ. ഇവൻ്റെ ഉമ്മായുടെ മഹറാണോ? അല്ലല്ലോ. ഇവൻ പറഞ്ഞു വ്യക്തിഹത്യ ചെയ്യുന്നു. ഇവൻ്റെ വീട്ടിൽ ഞാൻ പോയോ? ഇവൻ്റെ കുടുംബക്കാരെങ്കിലുമായിട്ട് ഞാൻ സംസാരിച്ചോ? ഇല്ല. പകരം ഇവൻ്റെ ദൂതനായി ഇവൻ്റെ സഹോദരൻ സുബറുള്ള എന്ന് പറയുന്ന ഒരു അലവലാതി എൻ്റെ ചാനലിലേക്ക് വന്നു, എൻ്റെ വീഡിയോസിലേക്ക് വന്നു, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് വന്നു. എന്താ സംഭവിച്ചേ? ഫ്ലവറി മോളെന്ന് വിളിച്ചിട്ട് പോയി. ഇതാണ് യുക്തിവാദി സംസ്കാരം. ഇതിനെയാണ് യുക്തിവാദി സംസ്കാരം എന്ന് പറയുന്നത്, അല്ലാതെ ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. ആകെ മൊത്തത്തിൽ അവൻ ഗുണ്ടകളെ വിടുന്നു, ഞാൻ പ്രതിരോധിക്കുക മാത്രമാണ് നിങ്ങൾ കണ്ടത്. ടൗൺ ഹാളിൽ കുറച്ച് നേരം കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാം, ഇവൻ്റെ അടുത്തേക്ക് പോവാം, എനിക്കത് കുളമാക്കാം. അതെൻ്റെ ഉദ്ദേശമല്ലായിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ ഹെൽത്തി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതിൻ്റെ രണ്ടാമതൊരു കാര്യം, നിങ്ങൾ കാണുന്നവരല്ല യുക്തിവാദികളെന്ന് നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലായില്ലേ? ആ 12ഓളം പോലീസുകാർ വളഞ്ഞു നിന്നില്ലെങ്കിൽ ഓമാരെന്നെ തല്ലുമായിരുന്നു, എന്നെ ആക്രമിക്കുമായിരുന്നു, അതിഭീകരമായി എന്നെ കൊലപ്പെടുത്തുമായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ?
ഇവന്മാർ യുക്തിവാദികളല്ല, ക്രിമിനൽസ് ആണെന്ന് എന്നിൽ കൂടെ നിങ്ങൾക്ക് തെളിയിക്കാൻ ആ ഒരു വഴിയേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതും അതിനു വേണ്ടി തന്നെയാണ്. ഈ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊന്തോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നോവോ ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞപ്പോൾ ഇസ്ലാമിയിൽ ഒരു ചുക്കും ചെയ്യത്തില്ല എന്ന് എന്നിലൂടെ വെളിയിലാക്കിയ ആളാണ് ഞാൻ എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് തന്നെയാണ് പല കാര്യങ്ങളും പ്രൂഫ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചോദിച്ചു കോഴിക്കോട് ടൗൺ ഹാളിൽ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യം ഉണ്ടാകും. ഞാൻ പിന്നെ ആരെ കൊണ്ടുപോകണം? എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുപോകണോ? എൻ്റെ സഹോദരങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ പെറ്റ സഹോദരങ്ങളല്ല, ഇസ്ലാം സഹോദരങ്ങളെ കൊണ്ടുപോകണോ? നാളെ അവരെ PFIക്കാരെന്ന് പറയും, പോപ്പുലർ ഫണ്ടുകാരെന്ന് പറയും, അവരെ ക്രിമിനൽസ് എന്ന് പറയും, തീവ്രവാദികൾ എന്ന് പറയും. എൻ്റെ സഹോദരങ്ങളെ എൻ്റെ കൺമുന്നിൽ വെച്ച് അടിക്കുകയും തൊഴിക്കുകയും ഇടിക്കുകയും ചെയ്തത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണം. സഹോദരങ്ങളെ പറയൂ, അതായിരുന്നോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? എനിക്ക് ഞാൻ മതി എന്ന് തോന്നി. നമ്മുടെ വീട്ടിലെ ഓരോ പെണ്ണുങ്ങൾക്കും തോന്നേണ്ടത് അതാണ്. നിങ്ങൾ ഇറങ്ങണം. നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ നിങ്ങളത് പറയണം. എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നമുണ്ട്, നിങ്ങളത് പറയുക. പക്ഷേ നമ്മുടെ വീട്ടിലെ ആൺകുട്ടികൾക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസരത്തിൽ നമ്മുടെ വീട്ടിലെ ആണുങ്ങളെ അപരവൽക്കുന്ന രീതിയിൽ, മോശപ്പെടുത്തുന്ന രീതിയിൽ തീവ്രവാദിയാക്കി ആക്രമിച്ച് ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എത്രത്തോളം മൗനമായിരിക്കുന്നോ, നമ്മൾ എത്രത്തോളം സഹിഷ്ണുതയായിട്ടിരിക്കുന്നോ, അവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങുമെന്നുള്ളത് തെളിവാണ്. യുവമാർക്ക് യുക്തിയില്ല, ആശയവുമില്ല, ആമാശയം മാത്രമേ ഉള്ളൂന്ന് ഇന്നത്തെ ഒരൊറ്റ സബ്ജക്റ്റ് കൊണ്ട് തെളിവ്. ഈ ആശയവുമില്ല, വെറുതെ അതുണ്ട് ഇതുണ്ട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവന്മാർ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംഘികളുടെ കയ്യിൽ നിന്ന് ആചാരം വാങ്ങിച്ചിട്ട് കാണിക്കുന്ന പടുപോകൃത്യത്തിനെതിരെ നമ്മൾ ഓരോ പെണ്ണുങ്ങളുമാണ് ഇറങ്ങി സംസാരിക്കേണ്ടത്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് മനസ്സിലാവുള്ളൂ. വിഷയം എത്രയേ ഉള്ളൂ. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഈ പൈസ അവനെ അവകാശപ്പെട്ടാണെന്ന് പറയുമ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇവറ്റകളെന്ന ചുരുക്കം. ഒരു സാധു മനുഷ്യൻ അയാൾ നാളുകളായി ചേർത്ത് വെച്ച പണം അടിച്ചു മാറ്റാൻ ഇസ്ലാമിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാം കൊള്ളൂല, ഇസ്ലാമിയർ കൊള്ളില്ല, അവർ തീവ്രവാദികൾ, പക്ഷെ അവരുടെ പണം എവന്മാർക്ക് നക്കി തിന്നാം. നീയൊക്കെ തീട്ടം തിന്നുന്നതിന് തുല്യമാണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ പൈസ കൊണ്ടുപോയി തിന്നുന്നത്. അത്രേ എനിക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പിന്നെ ആദ്യം ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, SP കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ കോടതിയിൽ ത്രൂ ഇതിന് കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകും. എന്തുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ പലരും പറയുന്നു ഇത് നിലനിൽക്കത്തില്ല, ഈ കേസ് നിലനിൽക്കത്തില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിലനിൽക്കാത്തത്? അദ്ദേഹം കൊടുത്തിട്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതല്ല. 3 എടുത്ത സംഭവത്തിൽ നിന്ന് അവൻ പിൻവാങ്ങി, എങ്കിൽ 5 ലക്ഷം രൂപ അവൻ വെക്കണ്ടേ? വെച്ചില്ലല്ലോ. ഒരു പ്രാവശ്യം പുള്ളി പറഞ്ഞു ഏകപക്ഷീയമായി ഞാൻ പിൻവാങ്ങുന്നു, പിൻവാങ്ങി അങ്ങ് പോകുന്നതില്ലേ നല്ലത്. 3 പ്രാവശ്യം അവൻ പിൻവാങ്ങിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. 4ാമത് പുള്ളി പിൻവാങ്ങിയപ്പോൾ പണം വേണമെന്ന് എന്തിനു പറയുന്നു? അപ്പോൾ ജോലി ചെയ്യാതെ കൂലി വാങ്ങിച്ചു തരുന്ന വൃത്തികെട്ട സ്വഭാവം ലിയാഖത്തലിക്ക് ഉണ്ടെന്നല്ലേ അർത്ഥം? അവനാണ് ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവനെന്ന് തെളിയിക്കാൻ ഇതിൽ പരം ഒരു എക്സ്പ്ലനേഷൻ വേണോ? ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരൊക്കെ മൗനമായിരുന്നപ്പോൾ എന്നെ കൊല്ലുന്നില്ലേ എന്ന് ചോദിച്ചവനാണ് ലിയാഖത്തലി. അവനാണ് ഇതിലെ ഏറ്റവും കെടുകെട്ട വിഷമം എന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ എവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചാലും ഷെഫീൻ അവിടെ ഉണ്ടാവും. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപാടൊന്നും പറയാതെ വന്നത്. പിന്നെ ആരാണ്ട് പറയുന്നുണ്ടായിരുന്നു ആട്ടിപ്പായിച്ചെന്ന്. പിന്നെ ഞാനവിടെ കല്യാണം കൂടാൻ പോയതല്ലേ, ലിയാക്കത്ത് തൊലിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ പോയതല്ലല്ലോ. അവനൊക്കെ പറയുന്ന ശുദ്ധ നുണയാണെന്നുള്ള വ്യക്തമായ ധാരണയുള്ള ഷെഫീനയ്ക്ക് അവൻ്റെയൊക്കെ വീരവാദവും വെടിവർത്തമാനവും കേൾക്കാൻ താല്പര്യമില്ല. വ്യഭിചാര സന്തതികൾക്ക് പലതും തോന്നും, അതിനൊന്നും പറയാനില്ല. എനിക്കവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന യുക്തിവാദികൾ ആരെങ്കിലും ഒരാൾ ജെന്യുവിൻ ആണെങ്കിൽ അയാൾക്ക് ഈ കാര്യം പറയണമെന്നും നമ്മൾക്കൊരു അവസരം തരുമെന്നും നമ്മൾ തെറ്റായി ധരിച്ചു. ഇനി നീയൊന്നും ഞങ്ങൾ അവസരം തരണമെന്ന് മൂങ്ങിക്കൊണ്ട് വരരുത്. ഇനി നീയൊന്നും ധാർമ്മികത പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തള്ളരുത്. നിനക്കൊന്നുമില്ലാത്ത ധാർമ്മികതയും നിനക്കൊന്നുമില്ലാത്ത ഹറാം പറപ്പ് ഞങ്ങൾക്ക് വേണമെന്ന് നീ പറയരുത്. മനസ്സിലായ? നല്ല ഈമാനോടുകൂടി ജീവിച്ച മനുഷ്യർക്ക് മൗനമാണ് ആയുധം എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കാര്യം മാത്രം ധാരാളം. എൻ്റെ ഒപ്പം ആളുണ്ടോ, എൻ്റെ ഒപ്പം പിന്നിലാളുണ്ടോ, മുന്നിലാളുണ്ടോ എന്നുള്ളതൊക്കെ നിൽക്കടാ. അവരുടെ പ്രതിനിധിയായിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഞാൻ അറസ്റ്റ് ഉണ്ടോന്ന് അങ്ങടാ ചോദിച്ചേ, ഇങ്ങോട്ടല്ല നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ അങ്ങടാ ചോദിച്ചത്. നിനക്കൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുന്നു. അതായത് ചങ്കൂറ്റം എന്താണെന്ന് അറിയണമെങ്കിൽ ഹിസ്റ്ററി വായിക്കണം. അത് മുസ്ലിങ്ങളുടെ. ഞങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ട്. ചില തള്ളമാർക്ക് വെകിളി പിടിക്കുമ്പം വല്ലാണ്ട് കവയ്ക്കും. അതിനകത്ത് വല്ല സംഘികളും വന്ന് കയറാറുണ്ട്. അങ്ങനെ കയറി ഉണ്ടാകുന്ന കുറേ എണ്ണമുണ്ട്. അവരെ ഞങ്ങൾ എക്സ് മുസ്ലിം എന്നാ പറയുക. അങ്ങനെ സംഘികൾക്ക് പിറന്ന കുറേ മലരന്മാർ വിചാരിച്ചാൽ ഇസ്ലാമിനെ മാറ്റി നിർത്താൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തം, ഇനി വരുന്ന ഏത് ക്രിമിനലിനെയും ഞങ്ങൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരിക്കലും ഒരുത്തനിക്കും ഒരു ക്രിമിനലിസം കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. പെറ്റതള്ളെ വെട്ടിക്കൊല്ലുന്നതും പെറ്റതള്ളെ ബലാത്സംഗം ചെയ്യണമെന്നും അമ്മയുടെയും മകളെയും 12 വയസ്സുള്ള മകളെ കളവന് കെട്ടിച്ചു കൊടുക്കുന്ന കാര്യം സ്വപ്നത്തിൽ കാണുകയൊക്കെ ചെയ്യുന്നത് എക്സ് മുസ്ലിമിന്റെ അധപ്പതനമാണ്. ആ അധപ്പതിച്ച വർഗത്തിനോട് ഇതിൽ കൂടുതൽ മാന്യതയൊന്നും പ്രതീക്ഷിക്കേണ്ട.
ഒരു കാര്യം കൂടെ, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ സംസാര ഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എടാ, കക്കൂസിൽ ഞങ്ങൾ പോകുന്നത് അപ്പിയിടാനാണ്, അല്ലാതെ കക്കൂസുകളോട് പോയിട്ട് ചോറ് വിളമ്പിത്തരട്ടെ തിന്നുന്നൊന്ന് ചോദിക്കാൻ പറ്റത്തില്ല. തൂറാൻ പോകുന്നിടത്ത് തൂറാനേ പറ്റുള്ളൂ, അവിടെ തിന്നോണ്ടിരിക്കാൻ ഒക്കത്തില്ല. അത് മനസ്സിലാക്കുക. നീയൊക്കെ കക്കൂസുകളാണ്. കക്കൂസുകളോട് തീട്ട വർത്താനേ പറയാൻ പറ്റുള്ളൂ, അവിടെ വന്ന് മാന്യത പറയാൻ പറയരുത്. കക്കൂസുകളാണ് നീയൊക്കെ എന്നുള്ളതിന് തെളിവാണ് നിൻ്റെയൊക്കെ കമൻസ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വിഷയം. അയാളുടെ പൈസ കിട്ടാൻ തീർച്ചയായിട്ടും നിയമപരമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ പൊതുസമൂഹം ഒന്ന് അറിഞ്ഞിരിക്കണം, യുവമാർക്ക് ആശയമല്ല ആമാശയമാണ് എന്നുള്ളത്. അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ദയവ് ചെയ്തിട്ട് ഇതിനകത്ത് ജനുവിനായി നിൽക്കുന്ന, മതബോധങ്ങൾ കൊണ്ട് ഉപദ്രവം ഉണ്ടാകപ്പെടുന്ന ഒരു സമൂഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന നല്ല ബോധമുള്ള യുക്തിവാദികൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. നിങ്ങളെയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളല്ല, നിങ്ങളെ കൂടെ ഇവർ ചതിക്കുകയാണെന്നാണ് പറഞ്ഞത്. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവന്മാരെ സൂക്ഷിച്ചു കൊള്ളുക. അവന്മാർക്ക് ഒരു യുക്തിയുമില്ല, ഒരു കുന്തവും ഇല്ല, ആശയമില്ല, ആമാശയം മാത്രം. തിന്നുക, വ്യഭിചരിക്കുക, അതിനവർ കണ്ട വഴിയാണ് എച്ചിൽ മുസ്ലിം. താങ്ക് യു. നീ തട്ടം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. എനിക്ക് തോന്നുമ്പോൾ തട്ട ഇടും, തോന്നുമ്പോൾ ഞാൻ തട്ട ഇടും. നൺ ഓഫ് എനിബഡീസ് കൺസേൺ. ഇറ്റ്സ് മൈ ലൈഫ്. താങ്ക് യു.